എൻ്റെ ജന്മവാസനയുടെ ഭാഗമായി ഞാൻ എല്ലാ എഴുത്തുകാരെയും ആരാധനാഭാവത്തോടെ കണ്ടുപോയിരുന്ന ഘട്ടത്തിൽ സിസ്റ്റർ മേരി ബെനീഞ്ഞ, അന്ന് മേരി ജോൺ തോട്ടമാണ്, ആ കവിയെയും കണ്ടിരുന്നു. അവരുടെ കവിത എനിക്കിഷ്ടപ്പെടാൻ കാരണം, ഒന്ന്, അക്കാലം ദേശീയബോധം കത്തി നിൽക്കുന്ന കാലമാണ്. അതുകൊണ്ട് ദേശീയബോധോത്തേജകമായ കവിതകൾ അവർ എഴുതിയത് എന്നെ ആകർഷിച്ചിരുന്നു. അങ്ങനെ പല കവിതകളും ആകർഷിച്ചത് മൂലം നേരിട്ട് കാണുകയും നേരിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിനിടയ്ക്കാണ് അവർ സന്യസ്ത ജീവിതത്തിലേക്ക് മാറുന്നത്. അന്ന് എഴുതിയ കവിത പ്രത്യേകം ഹൃദയസ്പർശിയായിരുന്നു. ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട്, എന്നാൽ ദൈവികമായ മഹാത്മ്യം പ്രകീർത്തിച്ചുകൊണ്ടും ശുഭാപ്തി ബോധത്തോടുകൂടി എഴുതിയ കവിത പല നിലകളിലും എനിക്ക് ഒരു അന്തരാളഘട്ട ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ് അനുഭവപ്പെട്ടത്. മാന്യ പ്രേക്ഷകർക്കും വാനമ്പാടിയുടെ സ്നേഹഗീതത്തിലേക്ക് സുസ്വാഗതം. മനുഷ്യവംശത്തിന്റെ പരിണാമഘട്ടങ്ങളിലെ അതിജീവനത്തിന്റെ ആയുധമായിരുന്നു കല. അത് നിർമ്മിക്കപ്പെട്ടതാകട്ടെ സംസ്കാരത്തിലും. എന്നാൽ ഈ സമന്വയത്തിന്റെ ശാസ്ത്രബോധം നിലകൊണ്ടത് ആത്മീയതയിലായിരുന്നു. കാരണം കലയും ആത്മീയതയും അനുഭൂതി തലത്തിൽ മനുഷ്യനെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു. ഇന്നും തുടർന്നു പോരുന്ന ഈ പാരസ്പര്യമാണ് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതെ, കല എന്നത് ദൈവത്തിൻ്റെ അമൂല്യദാനമാണ്. എന്നും ഞാൻ സ്നേഹിക്കും, എന്നും ഞാൻ സ്നേഹിക്കും, എൻ പ്രേമനാഥനെ ഞാൻ സ്നേഹിക്കും. ഇന്നും ഞാൻ സ്നേഹിക്കും, നാളെയും സ്നേഹിക്കും, എന്നേക്കും എന്നേക്കും ഞാൻ സ്നേഹിക്കും. സമ്പൂർണമായുള്ള പാവന സ്നേഹത്താൽ എൻ പ്രേമനാഥനെ ഞാൻ സ്നേഹിക്കും. സമ്മാനമോർത്തല്ല, സൗഭാഗ്യമോർത്തല്ല, എൻ പ്രേമനാഥനെ ഞാൻ സ്നേഹിക്കും. എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടായിരുന്നുവെങ്കിൽ കവിത ആവശ്യമില്ലായിരുന്നു എന്ന നിരീക്ഷണത്തെ അനൂർദ്ധമാക്കുന്ന ഒരു പിടി സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ മലയാളം. എങ്കിലും അവയെ ഓർത്തെടുക്കാൻ നാം പലപ്പോഴും മെനക്കെടാറില്ല. അത്തരമൊരു പരിശ്രമമാണ് വാനമ്പാടിയുടെ സ്നേഹഗീതം. ഈ പാരമ്പര്യ തനിമയിൽ തന്നെയാണ് ഭാരതവും കലാസാഹിത്യ സബരികളെ പോറ്റി വളർത്തിയത്. ആദികവി വാൽമീകിയിൽ തുടങ്ങി വ്യാസനിലൂടെ വ്യാപിച്ച ഭാരതീയ സാഹിത്യ മതം ചെറുശ്ശേരിയുടെ ഗാഥയായി എഴുത്തച്ഛനിലും പൂന്താനത്തിലും ഒഴുകിപ്പടർന്നു. അങ്ങനെ ഭക്തിയുടെ മിസ്റ്റിക് പാരമ്പര്യം നമ്മുടെ കൈരളിയെയും സ്വാധീനിച്ചു. കാളിദാസ കാവ്യസമ്പന്നതയുടെ നന്മകൾ നമുക്കും സ്വന്തമായി. ജനിച്ച നാൾ തുടങ്ങി എന്നെയോ മനിച്ചു, തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ, നിനക്കു വന്ദനം, നിനക്കു വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ.
കവിത നമ്മെ എന്തു പഠിപ്പിക്കുന്നു? കലയും സാഹിത്യവും കൊണ്ട് എന്താണ് പ്രയോജനം? ഇത്തരം ചോദ്യങ്ങൾ ഈ സത്യാനന്തര നവ സൈബർ ലോകത്ത് സജീവമാണ്. എന്നാൽ നമ്മെ നാമാക്കുന്ന പാരസ്പര്യത്തിൻ്റെ ജൈവബന്ധമാണ് വാസ്തവത്തിൽ കലയും സാഹിത്യവും. പ്രിയനെന്തു വരാത്തതീ മഹാവിപിനത്തിൽ ചിരകാലമായി ഞാൻ തനിയെ നിവസിപ്പൂ. രാത്രിയും പകലും മാത്രകളെണ്ണീ വിധം. പദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ, പദങ്ങൾ നിബന്ധിക്കുന്നതിൽ, ഭാവത്തിനനുസരണമായി ശബ്ദക്രമം വീക്ഷിക്കുന്നതിലും നമ്മുടെ സിസ്റ്റർ മേരി ബെനീഞ്ഞ വളരെയധികം തികവുറ്റ കരവിരുത് കാണിച്ചിരുന്നു. കാരണം എല്ലാവർക്കും ക്രാഫ്റ്റ്മാൻഷിപ്പ് ആവശ്യമാണ്. സാഹിത്യം എന്ന് പറയുന്നത് ആന്തരിക ഭാവം ആവിഷ്കരിക്കുന്നതിനുള്ള കഴിവാണ്. ഈ ആന്തരിക ഭാവം ആവിഷ്കരിക്കുമ്പോൾ പലപ്പോഴും അതിന് മാറ്റി എഴുതേണ്ടതായി വരും. ഡോസ്റ്റോവ്സ്കിയെ പോലുള്ളൊരു 6 പ്രാവശ്യമൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ സിസ്റ്ററോട് ഒരിക്കൽ ചോദിച്ചു, സിസ്റ്റർ ഒറ്റയിരുത്തിന് എഴുതുകയാണെന്ന് വെച്ചാൽ അല്ല, ഞാൻ എഴുതി കഴിഞ്ഞ് ഞാൻ തന്നെ അവരെ ധ്യാനിച്ച് മിനുക്കുപണികൾ വരുത്താറുണ്ട്. എന്തിനാണ് മിനുക്കുപണികൾ എന്നെൻ്റെ ചോദ്യം. സിസ്റ്ററിൻ്റെ ഉത്തരം, എൻ്റെ അന്തരംഗത്തിൽ സ്പന്ദിക്കുന്ന അനുഭൂതി അതിൻ്റെ തീവ്രതയോടെ കടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കും. ഇല്ല എന്ന് തോന്നിയാൽ ഞാൻ മാറ്റി എഴുതും. അതിനുചിതമായ വാക്കുകൾ അങ്ങനെ മാറ്റി എഴുതി അതിന് അസാധാരണമായ ശില്പഭംഗി സിസ്റ്റർ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാവരൂപ സംയോഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാവ്യാനുഭൂതി സിസ്റ്ററിൻ്റെ എല്ലാ കവിതകളുടെയും അനുഗ്രഹമായി നാം അനുഭവപ്പെടുന്നത്. അങ്ങനെ ഒരു കാവ്യലോകം അവശേഷിപ്പിക്കാൻ സിസ്റ്ററിന് കഴിഞ്ഞു എന്നുള്ളത് കവി എന്ന നിലയിലുള്ള വിജയമാണ്. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ചു തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്കു വന്ദനം. മലയാള കവിതയുടെ വസന്തകാലത്താണ് മേരി ബെനീഞ്ഞ എന്ന കവയിത്രിയും തൻ്റെ കാവ്യരഥത്തിൽ യാത്ര തുടങ്ങുന്നത്. അത് മലയാള സാഹിത്യ രംഗത്തെ നവലോകങ്ങളെ സർഗപരമായി അഭിസംബോധന ചെയ്തു. കാരണം കാൽപ്പനികതയ്ക്ക് ആത്മാന്വേഷണത്തിൻ്റെ ലാവണ്യചാരുത നൽകിയ മഹാപ്രതിഭയാണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും അരവിന്ദ ഘോഷിൻ്റെയും കാവ്യപ്രപഞ്ചത്തിലെ ഇളംമുറക്കാരിയായി മലയാളത്തിൻ്റെ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സമകാലീനയായി 1899 എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി എന്ന മനോഹര ഗ്രാമത്തിൽ തോട്ടം കുടുംബത്തിലെ ഉലഹന്നാൻ്റെയും മറിയാമ്മയുടെയും 10 മക്കളിൽ പ്രഥമയായി സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്ന മേരി ജോൺ പൂജാതയായി. 20-ാം നൂറ്റാണ്ടിലെ മലയാള കാവ്യ സഞ്ചാരങ്ങളെ ഏറെ സ്വാധീനിച്ച മിസ്റ്റിക് ജന്മമായിരുന്നു ഇതെന്നു പറയുന്നതിൽ അതിശയോക്തി തെല്ലുമില്ല. കാരണം അതാണ് പിന്നീട് ചരിത്രം. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ ബിംബു മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണു മർത്യനുള്ള മേന്മയോർക്ക നീ. 1971 പരിശുദ്ധ പിതാവ് ബെനേമെരന്തി എന്ന ബഹുമതി നൽകി ബെനീഞ്ഞാമ്മയുടെ സാഹിത്യ സേവനം അംഗീകരിച്ചു എന്ന മഹത്തായ സംഭവം ഇവിടെ ഓർക്കുകയാണ്. സുഗതകുമാരി ടീച്ചർ ബെനീഞ്ഞാമ്മയുടെ കവിതകളെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതും മനസ്സിൽ ഉയർന്നു വരുന്നു. ആ പാട്ടുകൾക്ക് ആത്മാർത്ഥതയുടെ ചൈതന്യമുണ്ട്, അകൃത്രിമതയുടെ മാധുര്യമുണ്ട്, വിശിഷ്ട ഭക്തിയുടെ വിശുദ്ധിയുണ്ട്, ദിവ്യപ്രേമത്തിൻ്റെ ആനന്ദവായ്പുമുണ്ട്. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും പൂർണ്ണമായും ആ പരമചൈതന്യത്തിന് സമർപ്പിച്ച കവിയാണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ. അവിടെ ബുദ്ധിയെ ഹൃദയം പൂർണ്ണമായി കീഴടക്കിയിരിക്കുന്ന കാര്യമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇലഞ്ഞി ഗ്രാമത്തിലെ പ്രാഥമിക പഠനത്തിന് ശേഷം മുത്തോലിയിൽ നിന്നും VSLCയും കൊല്ലം സർക്കാർ സ്കൂളിൽ നിന്നും ഹയർ പരീക്ഷയും പാസ്സായി അധ്യാപന ജീവിതത്തിലേക്ക് കടന്നു.
തുടക്കം വടക്കൻ പറവൂരിലായിരുന്നു. പിന്നീട് കുറവിലങ്ങാട്ടും ഒടുവിൽ സ്വന്തം ഗ്രാമമായ ഇലഞ്ഞിയിലും അക്ഷരസേവനം ചെയ്തു. ഈ തിരക്കിനിടയിലും തൻ്റെ പ്രാണപ്രേയസിയായ കവിതയെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അങ്ങനെ കവിതാരാമം തളിർത്തു പൂവിടാൻ തുടങ്ങി, ശലോമോന്റെ മുന്തിരിത്തോട്ടം പോലെ. സ്വാഗതം കുഞ്ഞിക്കാറ്റേ, പൊന്നിളം കാറ്റേ, നിന്റെ ആഗമം പ്രതീക്ഷിച്ചു തന്നെ ഞാനിരിക്കുന്നു. വന്നിടാമകത്തേക്കു സംശയം വേണ്ട, നല്ല സന്ദേശം എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ബെനീഞ്ഞാമ്മ വളരെ പ്രസിദ്ധിയായിരുന്നു, കവിയത്ര എന്നുള്ളത്. എനിക്ക് കവിതയാണ് ഇഷ്ടവും. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നതും കവിതയാണ്. ആ കാലത്ത് ബെനീഞ്ഞാമ്മയ്ക്ക് അതറിയാമായിരുന്നു എനിക്ക് കവിതയോടുള്ള താല്പര്യം. അവർ വായിക്കണം, പഠിക്കണം, കവിത എഴുതാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നീ ശ്രമിച്ചു നോക്കുക, നന്നായി വരും, എനിക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ കവിത വായിക്കുകയും കവിത എഴുതുകയും ഒക്കെ ചെയ്ത്, അന്ന് ദീപിക പത്രത്തിൽ ആണ് ഞങ്ങളുടെ നാട്ടിൽ വരുന്ന പത്രം. ആ പത്രത്തിൽ എൻ്റെ കവിതയൊക്കെ വരുമ്പോൾ വിളിച്ചെന്നെ പ്രോത്സാഹിപ്പിക്കും, നന്നായിട്ടുണ്ട്, കുറേ കൂടെ നന്നാവണം, ധാരാളം വായിക്കണം, ഞാൻ കവിത തന്നെ ശ്രദ്ധിച്ച് വായിക്കണം. പിന്നീട് ഞാൻ കവിതയെ രക്ഷപ്പെടുക പ്രയാസമാണെന്ന് കവിതയെക്കുറിച്ച് ബോധ്യമുണ്ടായപ്പോൾ ഞാൻ അത് നിർത്തി. പിന്നീട് കവിത എഴുത്ത് നിർത്തി. പിന്നീട് കഥയിലേക്ക് വന്നു. എനിക്ക് അക്കാദമി അവാർഡ് കിട്ടുന്ന കാലത്ത് അവർ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. എന്നിട്ടും അവിടെ വന്ന് സ്റ്റേജിൽ വന്ന് എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, എന്നെ തലയിൽ കൈ വെച്ച് ഉമ്മ വെച്ചു. അങ്ങനെ ഒരാളുടെ ശിഷ്യനാകാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യം തന്നെയാണത്. മേരി ജോൺ തോട്ടത്തിൽ നിന്ന് സിസ്റ്റർ മേരി ബെനീഞ്ഞയിലേക്കുള്ള പരിണാമം വാസ്തവത്തിൽ സർക്കസ് സാഹിത്യത്തിൻ്റെ നൈതിക സൃഷ്ടിയാണ്. അതിനെ നമുക്ക് മിസ്റ്റിക് എന്ന് വിളിക്കാം. അകലത്തു പിന്നെയും മറയും നാഗിരി തൻ്റെ പിന്നിലായി ദിവസങ്ങൾ കടന്നു പോയിടും ഇനിയും ഞാൻ തനിയെ വസിക്കയോ. മലയാളത്തിലെ സമാനതകളില്ലാത്ത ഒരു കവിയാണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ. ബെനീഞ്ഞാമ്മയെപ്പോലൊരു കവി മലയാളത്തിൽ വേറെയില്ല. മലയാളത്തിലെ ഏതൊരു കവിയെയും പോലെ അല്ല ബെനീഞ്ഞാമ്മ. ഇങ്ങനെ രണ്ടു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലോ വാങ്ങലോ ഇല്ലാത്ത സവിശേഷമായ ഒരു തനത് വ്യക്തിത്വത്തിൻ്റെ ഉടമ. അങ്ങനെ മലയാള കവിതയിൽ നമുക്ക് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാനില്ല എന്നതാണ് വാസ്തവം. ഈ സവിശേഷത രൂപം കൊള്ളുന്നത് ബെനീഞ്ഞാമ്മയുടെ ജീവിതത്തിൻ്റെ രണ്ട് സവിശേഷതകൾ കൊണ്ടാണ്. ഒന്ന്, അവർ ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, ബെനീഞ്ഞാമ്മ അവതരിപ്പിച്ച കാവ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത. ബെനീഞ്ഞാമ്മ ജനിച്ചു വളർന്ന സമുദായം ക്രൈസ്തവ സമുദായമാണ്. ഈ ക്രൈസ്തവ സമുദായത്തിന് പൊതുവെ സാഹിത്യ ആഭിമുഖ്യം വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഈ ഒരു പെൺകുട്ടി മേരി ജോൺ എന്ന് പറയുന്ന, ബെനീഞ്ഞാമ്മയുടെ പൂർവാശ്രമ നാമം അതായിരുന്നല്ലോ, മേരി ജോൺ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് വായിക്കാനും എഴുതാനും എങ്ങനെ പ്രേരണയുണ്ടായി എന്ന് ചോദിച്ചാൽ അത് ജന്മസിദ്ധമായ ഒരു കഴിവ്, ദൈവം നൽകിയ ഒരു താലന്ത് എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബെനീഞ്ഞാമ്മ ക്രൈസ്തവ സമൂഹത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വമായി വളർന്നു വരുന്നു. കാരണം അവസാനമായി ഒരു കവിയെ നാം വിലയിരുത്തുന്നത് ആ കവി തൻ്റേതായ ഒരു ലോകം സാഹിത്യത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. സിസ്റ്റർ മേരി ബെനീഞ്ഞ തനതായ ഒരു ലോകം സാഹിത്യത്തിൽ അവശേഷിപ്പിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. സമസ്തവും ത്യജിച്ചു ഞാനിറങ്ങിടുന്നു, സമസ്തവും ത്യജിച്ചു ഞാനിറങ്ങിടുന്നു, ധീരരാം ശമിപ്രവീരരെ തുടർന്നു ജീവിതം നയിക്കുവാൻ. സിസ്റ്റർ മേരി ബെനീഞ്ഞെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന സ്കൂളിൽ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ പദ്യോച്ചാരണ മത്സരത്തിന് വേണ്ടിയിട്ട് ലോകമേ യാത്ര എന്ന് പറയുന്ന
സിസ്റ്ററുടെ കവിത മമ്മി പറഞ്ഞു തരുന്ന സമയത്താണ്. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പം മമ്മി ഇത് പഠിപ്പിച്ചു, മമ്മി ഇത് പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ ചൊല്ലിയത് എനിക്ക് അന്ന് വേറൊരു കവിതയാണ്. പക്ഷേ നമ്മളുടെ ഒരു ചർച്ചയിൽ വന്ന ഒരു കവിത ഇത്. പക്ഷേ ആ റെസിറ്റേഷനിൽ സ്കൂളിൽ ലാലിക്കുട്ടി എന്ന് പറഞ്ഞ കുട്ടി സ്റ്റുഡൻ്റ് ഈ കവിതയായിരുന്നു റെസിറ്റേഷന് പങ്കെടുത്തപ്പോൾ ചൊല്ലിയത്. എനിക്ക് തോന്നുന്നു അത്രയും ഒരു വിടപറച്ചിൽ, അതിൻ്റെ ഒരു തീക്ഷ്ണതയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് മുതിർന്നതിന് ശേഷമാണ്. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെ എനിക്ക് അങ്ങനെ പറഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്ന ആ പഞ്ചരാമര വൃത്തം എന്ന് എനിക്ക് തോന്നുന്നത്. അതിലിങ്ങനെ എഴുതിപ്പോയ ആ കവിതയുടെ അർത്ഥം, അതായത് ഓരോരുത്തരോടും വിട പറയുന്ന സഹോദരങ്ങളോടൊപ്പത്തിന് ഞാനിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ റിയലി അത് തിരിച്ചറിഞ്ഞ എൻ്റെ മാരേജിൻ്റെ ഒരു സമയത്താണ്. ഇങ്ങനെ അതിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ ഒരു പിരിയൽ വരുമ്പോഴാണ് ഈ വേർപിരിയ എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മളൊരു പിരിഞ്ഞു പോവുക. അതിനൊരു താത്വികമായിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള ഒരു മാനം ഉണ്ടെന്ന് സിസ്റ്ററുടെ കവിത ഓർമ്മിപ്പിച്ചത് വളരെ വർഷം, അതായത് മുതിർന്ന് വളരെ ആയി കഴിഞ്ഞപ്പോഴാണ്. 1928 തൻ്റെ 27-ാം വയസ്സിലാണ് മേരി ജോൺ തോട്ടം സിസ്റ്റർ മേരി ബെനീഞ്ഞയായി പരിണമിക്കുന്നത്. അധ്യാപന വൃത്തിയിലെ മികവിനൊപ്പം ഒരു കവയത്രി എന്ന നിലയിലും മേരി ജോൺ തോട്ടം മലയാള ആനുകാലികങ്ങളിലൂടെ തിളങ്ങി നിന്നു. കർമ്മല മഠത്തിന്റെ ആവൃത്തിയിലേക്കുള്ള നിശബ്ദയാത്ര പക്ഷേ പുറം ലോകത്തെ ശബ്ദായാനമാക്കി. വിമർശന ശരങ്ങളെ ആത്മീയ മൗനം കൊണ്ട് നേരിട്ട ബെനീഞ്ഞാമ്മ ഒടുവിൽ തന്റെ മറുപടികൾ പ്രഭാവതി എന്ന കവിതയിലൂടെ പറയാതെ പറഞ്ഞു. ഒരുത്തരെയും ഈ വിധം ചതിച്ചിടല്ലേ ദൈവമെന്നൊരുത്തനുണ്ടതോർമ്മ വേണമുള്ളിലേതു നേരവും. വരുത്തി വെച്ച നാശമൊക്കെ ഞാൻ ക്ഷമിച്ചു ദൈവവും. തരട്ടെ മാപ്പു യാത്ര ഞാൻ പറഞ്ഞിടുന്നു നിത്യമാ. കളഞ്ഞു പോയി നീ നിമിത്തം എൻ്റെ നല്ല പേരുമേലിളയ്ക്കു ഭാരമായി ഞാൻ ധരിപ്പതില്ല ജീവനെ. വാസ്തവത്തിൽ സന്യാസ ജീവിതത്തിനും എഴുത്തിലുമുള്ള പ്രേരണകൾ തുടങ്ങുന്നത് തന്റെ മാതുലനും നസ്രാണി ദീപികയുടെ പത്രാധിപരുമായിരുന്ന സൈമണച്ചന്റെ സ്വാധീനം തന്നെയായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് പുറം ലോകം അമ്മയെ വിമർശിച്ചത്. മാങ്ങ ഉള്ള മാവിനെ ഏറ് കിട്ടൂ എന്നൊരു ചൊല്ലുണ്ട്. എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യുന്നവർക്കാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. നല്ല നല്ല കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് സന്യാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ബെനീഞ്ഞാമ്മ ഒത്തിരിയേറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. പ്രണയ നൈരാശ്യത്തിലാണ് സന്യാസത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെയേറെ വിഷമതകൾ ബെനീഞ്ഞാമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലോകമേയാസ്ത്ര വാസ്തവത്തിൽ ലോകത്തോട് യാത്ര പറയുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ അത് കോൺവെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതൊരു ഒരു അധ്യാവസായം മാത്രമാണ്. അവിടെ അതിൻ്റെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ നിന്നിതാ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാണ്. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരികയില്ല. തുറക്കുകിൽ എനിക്ക് വേണ്ടി മേലിൽ ഈ കവാടം, ഈ അറയ്ക്കകത്തു ദീപം എന്നെ ഓർത്തിനി തെളിച്ചിട. വിരിക്കുകിൽ എനിക്ക് മെത്ത, സോദരങ്ങളൊത്ത് ഞാൻ ഇരിക്കുകിൽ ഇതിനകത്ത് ഭക്ഷണത്തിനായി. ഇനി ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഇത്ര ഒരു അനുഭവം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ സന്യസ്ത ജീവിതത്തിലേക്കുള്ള വിളിയുടെ ഒരു പ്രത്യേകമായ പശ്ചാത്തലം കൂടി ഓർക്കേണ്ടതുണ്ട്. അന്ന് ഒരു പെൺകുട്ടി ദൈവവിളി സ്വീകരിച്ച് സന്യസ്ത ജീവിതത്തിലേക്ക് പോയാൽ ഈ
മരിച്ചതായി കണക്ക് വയ്ക്കുക എന്ന് ബെനിഞ്ഞാമ തന്നെ ഇതിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സമൂഹം മുഴുവനും അവരെ മരിച്ചതായി കണക്ക് വയ്ക്കുകയാണ്. കാരണം പിന്നീട് വീട്ടിലേക്ക് മടങ്ങി വരാൻ അവർക്ക് അനുവാദമില്ല. മാതാപിതാക്കൾ മരിച്ചാൽ പോലും വീട്ടിനകത്ത് വന്ന് മാതാപിതാക്കളുടെ ജഡം കാണാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അവർ വരുമ്പോൾ മുറ്റത്തിനു താഴെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഒരുക്കി മാതാപിതാക്കളുടെ ജഡം അവിടെ കൊണ്ടുചെന്ന് കാണാൻ അവർക്ക് അവസരം ഉണ്ടാക്കുക എന്നല്ലാതെ വീടിൻ്റെ മുറ്റത്തേക്ക് പോലും അവിടെ നിന്ന് പോയ ഒരു സന്യാസാർത്ഥിനിക്ക് തിരികെ വരാൻ അനുവാദമില്ലാത്ത ഒരു കാലഘട്ടമാണത്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ബെനിഞ്ഞാമ ഈ ലോകമയാത്ര എഴുതുന്നത്. ഞാനിതാ പോവുകയാണ്, എനിക്ക് എന്നെ ഓർത്ത് നിങ്ങളാരും ഇനി ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ ഇനി കാണാം. എവിടെയാണ്? ദിനാന്ത സൂര്യരശ്മി തട്ടിയിടാത്ത നാട്ടിൽ ഒന്നിൽ നാം അനാകുലം സുഖിക്കും, അന്ന് കണ്ടിടാം പരസ്പരം എന്നാണ്. അപ്പം മരണത്തിനപ്പുറത്ത് നമുക്കിനി കണ്ടുമുട്ടാം എന്നാണ് ബെനിഞ്ഞാമ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തീവ്രമായ ഒരു മരണബോധവും ഇത്തരത്തിൽ അഗാധമായ ഒരു നശ്വരതാബോധവും ഒക്കെ ഉൾക്കൊണ്ട ഒരു മനസ്സാണ് ആധ്യാത്മികതയുടെ തലങ്ങളിലൂടെ ദീർഘദൂരം സഞ്ചരിച്ച് യോഗാത്മകതയുടെ തലത്തിൽ എത്തിയത്. ഇത് മലയാളത്തിൽ ബെനിഞ്ഞാമയ്ക്കല്ലാതെ മറ്റൊരു കവിക്കും ഉണ്ടായിട്ടില്ലാത്ത ഒരനുഭവമാണ്. അതാണ് ബെനിഞ്ഞാമയെ മലയാളത്തിലെ അനന്യയായ കവിയാക്കി മാറ്റുന്നത് എന്നതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. സ്വാഗതം